ഹലോ എവ്രി വൺ, വെൽക്കം ടു ടെക് PSC. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഒരു BTech ഡിഗ്രി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. കാരണം ഈ ഉദ്യോഗാർത്ഥികൾക്കായുള്ള വളരെ മികച്ച ഒരു അവസരമാണ് ലെക്ചറർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇൻ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജസ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കുള്ള വിജ്ഞാപനം നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓക്കെ, അവിടുത്തെ പോസ്റ്റ് നെയിം ലെക്ചറർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് ACT പറയുന്ന സ്കെയിൽ ഓഫ് പേ ആണ്. നിങ്ങൾക്ക് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് DA എല്ലാം ഗ്രാൻഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. 58% DNS അലവൻസ് ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് സെൻട്രൽ ഗവൺമെൻറ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ധാരാളം പ്രത്യേകതകളും ഈ ഒരു പോസ്റ്റിനുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നോക്കാം. അപ്പോൾ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. 20 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും. അപ്പോൾ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ, ഇതൊരു ഗവൺമെൻറ് എക്സാം ആയതുകൊണ്ട് തന്നെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിനും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ടുണ്ടാവും. ഇനി നമ്പർ ഓഫ് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു ഫസ്റ്റ് ക്ലാസ്, അത് ശ്രദ്ധിക്കുക, ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, അതൊരു റെഗുലർ കോഴ്സ് ആയിരിക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉണ്ടെങ്കിലും BTech ഡിഗ്രി ഉണ്ടെങ്കിലും അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ BTech ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഒരു പ്രിഫറൻസ് ഓർഡർ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രിഫറൻസ് ലഭിക്കും. ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് 2 പ്രിഫറൻസ് ആണ് ഉള്ളത്. അത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത്, അത് കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു കാര്യങ്ങൾ, ആ പ്രിഫറൻസ് ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഈ 2 യോഗ്യത ഉള്ളവർക്കും തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷൻ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ആ സാലറി ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന ബേസിക് പേ തന്നെ 56,100 രൂപയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ACTയുടെ ആണ് നമുക്ക് പേ സ്കെയിലൊക്കെ. അപ്പോൾ DNS അലവൻസ് എല്ലാം നമുക്ക് ഗ്രാൻഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. 58% DA ലഭിക്കാൻ പോകുന്നത്. ബേസിക് പേയുടെ 58%. ബേസിക് പേയുടെ 58% എന്ന് പറയുമ്പോൾ ഏകദേശം 32,538 രൂപയോളം നമുക്ക് എന്ത് കിട്ടും? DA ആയിട്ട് കിട്ടും, DNS അലവൻസ് ആയിട്ട് കിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക്. പ്ലസ് ഹൗസ് റെൻ്റ് അലവൻസ് HRA 5 മുതൽ 10% വരെയാണ് ലഭിക്കുക. അപ്പോൾ 5% എടുക്കുമ്പോൾ തന്നെ 2,244 രൂപയോളം 5% എടുക്കുമ്പോൾ തന്നെ വരും. ബേസിക് പേയുടെ 5% എടുക്കുമ്പോൾ. അപ്പോൾ ഈ ഹൗസ് റെൻ്റ് അലവൻസ് അത് പറയുന്നത് നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതൊരു പഞ്ചായത്താണോ കോർപ്പറേഷൻ ആണോ, അവിടെയുള്ള മറ്റ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ഹൗസ് റെൻ്റ് അലവൻസ് ഗ്രാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് 5%, ഏറ്റവും മിനിമം 5% എങ്കിലും ലഭിക്കും. 5% to 10% വരെ ഹൗസ് റെൻ്റ് അലവൻസ് ഇങ്ങനെ വേരി ചെയ്യാം. അങ്ങനെ ഗ്രോസ് സാലറി ആയിട്ട് 90,882 രൂപയാണ് ഗ്രോസ് സാലറി ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. ഇനി ഏതൊരു ജോബിലെയും പോലെ ഇവിടെയും ചില ഡിഡക്ഷൻസ് ഉണ്ട്. ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു സേവിങ്സ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ GPF GIS പോലുള്ള പെൻഷൻ സ്കീമിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കുറച്ച് ക്യാഷ് ഡിഡക്ഷൻ നടക്കും. അപ്പോൾ അതൊരു മിനിമം എമൗണ്ട് ഉണ്ട്. പ്ലസ് അതിലേക്ക് കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇൻഷുറൻസുകളാണ്. അപ്പോൾ ഇൻഷുറൻസ് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണല്ലോ. മെഡിസെപ്പ് NPS SLA പോലുള്ള ചില സ്കീമുകളിലേക്കും കുറച്ച് ഡിഡക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള സാലറി നമ്മുടെ കയ്യിൽ കിട്ടുക, അതും ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത കാര്യം ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് നടന്ന ഏറ്റവും അവസാനത്തെ അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ്. അതായത് ഇതിനു മുൻപ് നോട്ടിഫിക്കേഷൻ വന്ന വർഷം 2022 ആണ്. അന്ന് കാറ്റഗറി നമ്പർ 306/2022 ആയിരുന്നു. എക്സാം നടന്നത് 26/7/2023 ശ്രദ്ധിക്കുക.
റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 12/12/2024 അന്ന് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം 108 പേരാണ്. കട്ട് ഓഫ് മാർക്ക് 52.67 ആയിരുന്നു. OMR എക്സാമിന് ലഭിച്ച മാക്സിമം മാർക്ക് 71.67 മാർക്ക്. ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് 13 മാർക്ക്. ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 1/7/2026. അതായത് ഈ 2026 ജൂലൈ 1 ഏറ്റവും അവസാനത്തെ അഡ്വൈസ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടന്നത്. അപ്പോൾ അതും കൂടെ കൂട്ടുമ്പോൾ ആകെ മൊത്തം 18 അഡ്വൈസുകളാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഇത്രയല്ല, ഇനിയും അഡ്വൈസുകൾ നടക്കും. കാരണം ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും ലൈവാണ്. റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടില്ല. റാങ്ക് ലിസ്റ്റ് 11/12/2027 ഈ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം. അതാണ് റാങ്ക് ലിസ്റ്റിൻ്റെ സ്റ്റേറ്റസ് പരിശോധിക്കുമ്പോൾ. അപ്പോൾ അത് കഴിയുമ്പോൾ കൃത്യമായിട്ടും നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു വർഷം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ നോട്ടിഫിക്കേഷൻ പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് കൺഫർമേഷൻ അതിൻ്റെ എക്സാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുമ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ആ സിലബസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. അപ്പോൾ സിലബസിൽ ഒന്നാമത്തെ പാർട്ട് ടെക്നിക്കൽ മാത്തമാറ്റിക്സ് ആണ്. 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ഈ ഒരു പാർട്ടിനുള്ളത്. അവിടെ നമുക്ക് മെട്രിസസ്, ഡിറ്റർമിനൻസ്, ബൈനോമിയൽ സീരീസ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, കോർഡിനേറ്റ് ജിയോമെട്രി, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ എന്നീ ടോപ്പിക്സ് ആണ് വേണ്ടത്. അടുത്ത ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. 5 മാർക്കിൻ്റെ വെയിറ്റേജ് ആണുള്ളത്. അവിടെ മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ, സർവേയിങ്, ലെവലിംഗ് തുടങ്ങിയ ടോപ്പിക്സ് അറിഞ്ഞിരിക്കണം. അടുത്ത പാർട്ട് ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 5 മാർക്ക്. അവിടെ നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് IC എഞ്ചിൻ, ഇമ്പോർട്ടൻസ് ഓഫ് പവർ പ്ലാന്റ്സ് തുടങ്ങിയ ടോപ്പിക്സ് എല്ലാമാണ് അവിടെ വരുന്നത്. അപ്പോൾ സിലബസിൻ്റെ ഒരു ഓവർവ്യൂ മാത്രമേ ഇതാവുന്നുള്ളൂ. എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെ പഠിച്ചാൽ നമുക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 5 മാർക്കിൻ്റെ ചോദ്യം. അവിടെ ഐഡിയ ഓഫ് ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ട്, സർക്യൂട്ട് പാരാമീറ്റേഴ്സ്, ഇലക്ട്രിക്കൽ സർക്യൂട്ട്, ഓവൻ ഇൻസുലേഷൻ തുടങ്ങിയ കാര്യങ്ങളും. ഇനി എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിനാണ് അടുത്ത പാർട്ട്. 5 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. അപ്പോൾ ഇവിടെ ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസ്, സ്വിച്ചസ്, മൈക്രോ കൺട്രോളേഴ്സ്, മൊബൈൽ ടെക്നോളജി, ഇൻവേർട്ടർ ആൻഡ് UPS, വേസ്റ്റ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് തുടങ്ങിയ കാര്യങ്ങൾ. ഇനി ഇലക്ട്രോണിക് സർക്യൂട്ട് ആൻഡ് ഫീൽഡ് തിയറിയാണ് അടുത്ത പാർട്ട്. ഇനി തൊട്ടുള്ള എല്ലാ പാർട്ടിനും 14 മാർക്കിൻ്റെ വെയിറ്റേജ് ആണുള്ളത്. അപ്പോൾ അവിടെ ഇലക്ട്രോണിക് സർക്യൂട്ട് ആൻഡ് ഫീൽഡ് തിയറി. അടുത്ത ഇലക്ട്രിക്കൽ മെഷീൻസ് 14 മാർക്കിൻ്റെ വെയിറ്റേജ്. അടുത്ത പാർട്ട് പവർ സിസ്റ്റം 14 മാർക്ക്, കൺട്രോൾ സിസ്റ്റം 14 മാർക്ക്, ഇലക്ട്രോണിക്സ് 14 മാർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മാർക്കിൻ്റെ വെയിറ്റേജ്. സിലബസിൻ്റെ ഒരു ഓവർവ്യൂ പരിശോധിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രേ പഠിക്കാനുള്ളൂ. അത് പൂർണ്ണമായിട്ടും എന്താണ് നമുക്ക് ആ ഒരു സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ളൊരു എക്സാം തന്നെയാണിത് പൂർണ്ണമായിട്ടും. അതും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ വളരെ മികച്ച ഒരു അവസരമാണ് വരാനിരിക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഇനിയും സമയമുണ്ട്, നമുക്ക് മുന്നിൽ ഇനി ധാരാളം സമയമുണ്ട്. അപ്പോൾ ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ, വളരെ നേരത്തെ തന്നെ നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് നിങ്ങളെ സഹായിക്കാൻ പോളിടെക്നിക് ലെക്ചർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെക് PSC ഒരു ലോങ് ടേം ഫോക്കസ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത് കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് നിങ്ങളുടെ ക്ലാസ്സുകൾ നയിക്കുന്നത്. ക്ലാസ്സുകൾ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളായും റെക്കോർഡഡ് സെഷൻസ് ആയിട്ടും നിങ്ങൾക്ക് ലഭിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നോട്ട് മിസ്സാവും എന്ന പേടി വേണ്ട. ഇനി അടുത്തത് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ്. അപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെൻറ്റർഷിപ്പിനും അവസരങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാം എന്നാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ് നമുക്കറിയില്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ കോഴ്സ് ഇപ്പോൾ തുടങ്ങിയാൽ ഈ ഒരു കോഴ്സ് എന്ന് വരെ വാലിഡ് ആയിരിക്കും എന്ന് സംശയമുള്ളവർക്ക് അതിനും ഉത്തരമുണ്ട്. എന്നാണോ എക്സാം, ആ എക്സാം തീയതി വരെയും ഈ ഒരു കോഴ്സ് വാലിഡ് ആയിരിക്കും. അത് മറ്റൊരു പ്രത്യേകതയാണ്. ഇനി റാങ്ക് ലിസ്റ്റിൽ എത്തുന്നവർക്ക് നിങ്ങളുടെ ഇൻ്റർവ്യൂ ഡേറ്റ് വരെയും ഈ ഒരു കോഴ്സ് വാലിഡ് ആയിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക.
ഓക്കെ, അടുത്തത് അപ്പോൾ കോഴ്സ് വാലിഡിറ്റി ആയി. ഇനി നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം നമ്മുടെ മോക്ക് ടെസ്റ്റുകളാണ്. ആ മോക്ക് ടെസ്റ്റുകൾ ഫീഡ്ബാക്കോട് കൂടിയ സയൻറ്റിഫിക് ടൈം മാനേജ്മെൻറ്റോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. റാങ്ക് ലിസ്റ്റിൽ എത്തുന്നവർക്ക് ഇൻ്റർവ്യൂ ഗൈഡൻസ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു കോഴ്സിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനിയും ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും ആ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടെക് PSC ആപ്പ് iOS-ലും ആൻഡ്രോയിഡിലും ലഭ്യമാണ്. അത് ഡൗൺലോഡ് ചെയ്താലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.